പല്ലാരിമംഗലം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പല്ലാരിമംഗലം പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ 70 ഏക്കർ സ്ഥലത്താണ് മുണ്ടകൻ നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്ക് വിത്തും വളവും കൂലിച്ചെലവും കർഷകർക്ക് നൽകി വരുന്നു. ജാസ് പുത്തൻവീട്ടിൽ എന്ന കർഷകന്റെ പാടത്താണ് കൊയ്ത്തുത്സവം നടത്തിയത്. കൃഷിഭവനിൽ നിന്നും വിതരണം നടത്തിയ ഉമ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. വാർഡ് മെമ്പർ നസിയ ഷമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ, കൃഷി ഓഫീസർ EM മനോജ്, അസിസ്റ്റന്റുമാരായ മിനി മക്കാർ, അനിത P കൃഷ്ണൻകുട്ടി, ശശിധരൻ പിള്ള, TM നൂറുദ്ദീൻ, AS അഷ്റഫ്, MM അബ്ദുൽ കരീം, PP അബ്ദുൽ കലാം, മീരാൻ മൗലവി, ആമിന സുലൈമാൻ, ആസിയ ജോസ് എന്നിവർ സംസാരിച്ചു. വലിയ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ കൃഷി ഓഫീസ് തന്നെ ഇപ്പോൾ ജനകീയ പങ്കാളിത്തമുള്ള ഒരു കൃഷി ഓഫീസായി. അവിടെ എന്ത് ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാനും എല്ലാ വിഭാഗം ജനങ്ങളും എത്തിച്ചേരുന്നൊരു സാഹചര്യം സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒരു ആക്ഷേപം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആക്ഷേപത്തിന് ഇടയില്ല. നമ്മളങ്ങോട്ട് കടന്ന് ചെല്ലില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ചെല്ലുന്നവർക്ക് ലഭിക്കും, അപ്പോൾ ചെല്ലുന്നവരെ എന്തോ മോശമായി കാണുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ തന്നെ ബോധവാന്മാരായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. അതിന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ സഹായം നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്തവണയും ഇവിടെ കൃഷി ഓഫീസറുടെ എൻ്റെ സഹപാഠി കൂടിയായിട്ടുള്ള മനോജിൻ്റെ നിർദ്ദേശപ്രകാരം കാർഷിക മേഖലയിൽ മികച്ച പദ്ധതികൾക്ക് നമ്മൾ രൂപം കൊടുക്കുകയാണ്. അതിനുള്ള സമയം കൂടിയാണിപ്പോൾ. ഇന്നലെയും വികസന സെമിനാറിൽ മനോജ് പങ്കെടുത്ത് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ്. നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കൂട്ടായ ഒരു പരിശ്രമം നടത്തി നമ്മുടെ പഞ്ചായത്തിനെ ഒരു കാർഷിക മേഖലയായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്താം. അങ്ങനെ ഇവിടെ നടക്കുന്ന ഈ കൊയ്ത്തുത്സവം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഉച്ചയോടെ വണ്ടി വരുമ്പോൾ